ഇത് PWD സ്ഥലത്തില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ പൊളിക്കാം? PWD സ്ഥലത്തുണ്ടെങ്കിലല്ലേ പൊളിക്കാൻ പറ്റുള്ളൂ. കാരണം PWD സ്ഥലമല്ല, അത് പഞ്ചായത്ത് വില്ലേജിൽ നിന്ന് ആൾ കൊണ്ടുവന്നത്. വില്ലേജിൽ നിന്ന് നോക്കിയോളി. PWD സ്ഥലത്തല്ലാത്ത സ്ഥലം നിങ്ങൾക്ക് പൊളിക്കാൻ എന്ത് അധികാരമുള്ളത്? കോടതിയിൽ നിങ്ങൾ നടപ്പിലാക്കിയുള്ളൂ. PWD സ്ഥലത്ത് ഇതുണ്ടെങ്കിൽ പൊളിച്ചോളൂ, യാതൊരു ഒബ്ജക്ഷനും. ഇത് പഞ്ചായത്താണ് കസ്റ്റോഡിയൻ. പഞ്ചായത്തിന്റെ പഴയ ഇടവഴിയായിരുന്നു, കുണ്ടൻ ഇടവഴിയായിരുന്നു. ആ റോഡ് കൊടങ്ങാട് വരുന്നതാണ്. പഴയ കാരണന്മാരോട് വേണ്ടി ചോദിച്ചോളൂ. ഇത് 8 മീറ്റർ റോഡുള്ളൂ ഈ റോഡ്. അതല്ല 16 മീറ്റർ റോഡ് നിങ്ങൾ ഇത് 16 മീറ്റർ ഉണ്ട്. 16ാമത്തെ മീറ്റർ നിങ്ങൾ അളന്നോളി. ടാപ്പിന്റെ അടുത്തുണ്ട്, നമ്മൾ അളന്ന് പരിശോധിക്കാം. 16 മീറ്ററിലാണ് നിൽക്കുന്നത് ബസ് സ്റ്റോപ്പ്. അവിടുന്ന് നടന്ന് ആ കെട്ടുമെന്ന് അളന്നോളി. ഇത് PWD റോഡിലല്ല, പഞ്ചായത്ത് റോഡ് കണ്ടില്ല. PWD റോഡിന്റെയും ഈ പ്രോപ്പർട്ടിന്റെ ഇടയിൽ വേറെ രേഖ പരിശോധിച്ചോളി. അവിടെ ഒരു വികലാംഗനായ ഒരാളെ കച്ചവടം ചെയ്തിരുന്നു. ആ സ്ഥലം പിന്നെ ഈ റോഡ് പുതിയ ഈ റോഡിന്റെ വർക്ക് വന്നപ്പോ അവിടെ കൂട്ടി കെട്ടി പോയെന്നുള്ളൂ. വിചാരിച്ചിട്ട് ഒക്കെ PWD ആവുന്നില്ലല്ലോ. ഇത് PWD നേരെ കൾവർട്ടാട് പണിതു, കലുങ്ക് പണിതു. PWD നോക്കിയിട്ടില്ല. നിങ്ങളെ കസ്റ്റഡിപ്പെട്ട സ്ഥലം അതിന്റെ പ്രൂഫ് ചെക്ക് ചെയ്താൽ കിട്ടുമല്ലോ എത്ര ഇതുണ്ടെന്ന്. അല്ലാതെ നിങ്ങൾ പഞ്ചായത്തിന്റെ സ്ഥലത്തില്ല, ഹൈക്കോടതി പറഞ്ഞത് PWDന്റെ സ്ഥലത്തില്ല ഉണ്ടെങ്കിൽ PWDന്റെ സ്ഥലമില്ലാന്ന് നിങ്ങളൊന്ന് സ്ഥലമാണെന്നുള്ള അറിയണ്ടേ? സ്ഥലമാണെന്ന് പറഞ്ഞാൽ അറിയുള്ളൂ, സ്ഥലമില്ല എന്നുള്ളത്. ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് അന്വേഷിച്ചു, ഞങ്ങൾ ആളൊന്നും തിട്ടപ്പെടുത്തി. ഞങ്ങൾക്ക് അവിടെ പാർട്ടിയെ സമീപിച്ചു, ഞങ്ങൾ പാർട്ടി നിലയിൽ പരിശോധിച്ചു. അതിന് റീസർവേ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വരെ വെയിറ്റ് ചെയ്യട്ടെ നിങ്ങൾക്ക്. കൊടുത്തോളൂ ഹൈക്കോടതി. ഹൈക്കോടതി വിധി നടപ്പാക്കണം. അതെ, ഹൈക്കോടതിയിൽ മറ്റേ കക്ഷികൾ തെറ്റിദ്ധരിച്ചിട്ടില്ല. നിങ്ങൾ അപ്പീല് പോകാതെ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് നടപ്പാക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നടപ്പാക്കുന്നത്. ഹൈക്കോടതി ഈ ബസ് സ്റ്റോപ്പാണ് പറഞ്ഞത് പൊളിക്കണം എന്നുള്ളത്. ഈ ബസ് സ്റ്റോപ്പ് കൊടങ്ങാട്ടിൽ ഇത്ര മീറ്റർ നിൽക്കുന്ന ഭൂമി, അത് എത്രാമത്തെ മീറ്റർ കൊടവങ്ങാട്ടിൽ ചോദിക്കട്ടെ. ഈ കോടതി വിധി ഈ വർക്ക് സ്റ്റോപ്പിലുള്ള വേറെ ബസ് സ്റ്റോപ്പിൽ അതിലേക്കൊന്നും അയാളോട് ചോദിക്കട്ടെ. അയാൾ ഇല്ലാത്ത ബേസിൽ പറയുന്നത്. കാരണം ഈ വിധി അതിനെല്ലാം പറഞ്ഞാൽ പിന്നെ അത് തെളിയിക്കാനോ അതൊക്കെ അത് ആ വാദമല്ലല്ലോ. ഈ വിധി ഇപ്പൊ ഈ തന്ന വിധി, എന്റെ കയ്യിലുള്ള വിധി ഈ ബസ് സ്റ്റോപ്പിനെല്ലാം വാദമുണ്ടോ? ഇതാണ് വിധി. ഇതിൽ നിങ്ങളോട് ഹിയറിംഗ് നടത്തിയിട്ട് ഹിയറിംഗ് നടത്തുമ്പോൾ നിങ്ങൾ യാഥാസ്ഥിതി നിങ്ങൾ വില്ലേജിൽ ഹിയറിംഗ് നടത്തിയിട്ട് പരിശോധിച്ച് തീരുമാനം എടുക്കാനാണ് പറഞ്ഞത്. റവന്യൂ അത് വില്ലേജ് കൊടുത്തതിന്റെ ഏത് വില്ലേജ് കൊടുത്തതിന്റെ ഇതിനില്ല പൊളിക്കണമെന്നില്ല. ഇതിൽ ഹിയറിംഗ് നടത്തിയിട്ട് നടപടി എടുക്കാനാ പറഞ്ഞത്. ഹിയറിംഗ് നടത്തി നിങ്ങൾ പരിശോധിക്കണം, നിങ്ങളെ കസ്റ്റഡിയിലെ സ്ഥലമാണ്. അല്ലാതെ നിങ്ങൾ എങ്ങനെ ഏകപക്ഷീയമായിട്ട് സമോട്ടോ നടപടി എടുക്കാം? വില്ലേജ് രേഖ പരിശോധിക്കാതെ നിങ്ങളെ കസ്റ്റഡിയിലാണോ നിങ്ങൾ പരിശോധിക്കേണ്ടത്? ഒരു സ്വകാര്യ വ്യക്തി ഹൈക്കോടതി തെറ്റിദ്ധരിച്ച ഒരു വിധി വരുമ്പോൾ ഹിയറിംഗ് നടത്താൻ എന്താ ഹൈക്കോടതി ഡയറക്ഷൻ കൊടുക്കാൻ കാരണം? അത് ഹൈക്കോടതിക്ക് അറിയില്ല ഇത് PWD സ്ഥലത്തിൽ ബസ് സ്റ്റോപ്പ് ഉണ്ടോ. അപ്പൊ നിങ്ങൾ പരിശോധിക്കേണ്ട, വില്ലേജ് നോക്കേണ്ട നിങ്ങളെ കടമയാണ്. ഹിയറിംഗ് നടത്തിയാലും അല്ല, നിങ്ങളെ കസ്റ്റഡിയിലെ സ്ഥലങ്ങൾ പരിശോധിക്കേണ്ട. ഹിയറിംഗ് നടത്തുമ്പോൾ അത് യഥാസ്ഥിതി നിങ്ങൾ ഹൈക്കോടതിയിൽ ബോധിപ്പിക്കേണ്ടതല്ലേ? നിങ്ങൾക്കെതിരെ പോലെ നിങ്ങൾ പഞ്ചായത്ത് ഞാൻ വിധി നടപ്പിലാക്കാൻ നിങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പഞ്ചായത്തിന്റെ കസ്റ്റഡിയിലെ സ്ഥലത്ത് PWD അനധികൃതമായി ഹിയറിംഗ് നടത്താതെ സ്വകാര്യ വ്യക്തിയെ സഹായിക്കാനാണ് ഞങ്ങൾ വേറെ പോകും. വേറൊന്നുമില്ല, നിങ്ങളായിരിക്കും മതി. നമ്മൾ നിങ്ങൾക്ക് എതിരായിട്ടല്ല, നമ്മൾ നിങ്ങൾക്ക് എതിരായിട്ടല്ല. നമ്മളെ മക്കൾക്ക് കുട്ടിയേക്കും വേണ്ടി നമ്മൾ നിന്നിട്ടുള്ളൂ. അല്ല ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നില്ല. ഇവിടെ അല്ല ഒറ്റ ബസ് സ്റ്റോപ്പ്, നല്ല ബസ് സ്റ്റോപ്പ് അല്ല, എല്ലാവർക്കും പൊളിക്കാന്നാ. എല്ലാവരും ബിൽഡിങ്ങിന്റെ മുമ്പിലുള്ളതാ. മൂപ്പേരുടെ മാത്രം നടക്കുന്ന കേസല്ലേ. അല്ല ഞങ്ങൾ